ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബ്തഗി ഫീമാ ആതാകല്ലാഹുദ് ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ള നിശ്ചിത സമയം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം മാസം നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശങ്ങൾ ഓർക്കാൻ പറ്റിയ ഒരു മാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഈ മാസം വിശ്വാസികൾക്ക് കരുത്ത് നൽകണം, അവരുടെ ഇസ്ലാമികമായ ധാർമ്മികമായ ജീവിതത്തിൽ അവർക്ക് പ്രചോദനമാകണം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ദുശ്ശകുനമോ നഹ്സോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളോ വിശ്വാസികൾക്ക് ബാധിക്കാതെ ഏറ്റവും സന്തോഷകരമായ രൂപത്തിൽ നമ്മളുടെ ദഅവത്ത് പ്രവർത്തനത്തിൽ മുഴുകി മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ ഒടുക്കം വരെയും പ്രശ്നസങ്കീർണമായ ചില കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് എന്ന് നമുക്കൊക്കെ അറിയാം. ജനനം വളരെ പ്രശ്നസങ്കീർണമായ ഒരു പശ്ചാത്തലത്തിലാണ്. എന്നാലും അദ്ദേഹം പിടിച്ചു നിൽക്കുകയുണ്ടായി. പിന്നീട് അള്ളാഹു ദൗത്യം ഏൽപ്പിച്ച സമയത്ത് വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ അത് നിർവഹിക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു സവിശേഷതയായി ഖുർആൻ എടുത്തു ധരിക്കുന്നത് വിജ്ഞാന സമ്പാദനത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളാണ്. പ്രവാചകനായ മൂസാ അലൈഹിസ്സലാം വിജ്ഞാനമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരു പണ്ഡിതന്റെ കൂടെ, ഒരു തത്വജ്ഞാനിയുടെ കൂടെ അദ്ദേഹം യാത്ര നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഖുർആൻ അനുസ്മരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇസ്ലാമികമായ ജീവിതം എന്ന് പറയുന്നത് എല്ലാം ഉൾച്ചേർന്നതാണ്. അതിൽ പ്രബോധനമുണ്ട്, അതിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്, അതിൽ വിജ്ഞാന സമ്പാദനമുണ്ട്. അങ്ങനെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തൊക്കെ മേഖലകളുണ്ടോ അവിടെയെല്ലാം വിശ്വാസികൾ ബന്ധപ്പെടണമെന്നുള്ള സന്ദേശമാണ് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്.
നേരത്തെ സൂചിപ്പിച്ചു, പ്രതികൂലമായ സാഹചര്യത്തോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നത്. അത് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും ഒരു ശത്രുവിനെ, ഒരു പ്രതിയോഗിയെ നേരിടാനുണ്ടായിരുന്നു. നമ്രൂദ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ ശത്രു ഒരാളല്ല, 3 ആളുകൾ, ത്രിമൂർത്തികളുണ്ട് എന്ന് ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നുണ്ട്. ഒന്ന് അധികാരത്തിൻ്റെ പ്രതിരൂപമായിട്ടുള്ള ഫിർഔൻ, മറ്റൊന്ന് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾക്ക് വേണ്ടി സഹായകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ തന്നെയുള്ള ഹാമാൻ എന്നുള്ള മന്ത്രി, മറ്റൊന്ന് ആ നാട്ടിലെ പ്രമാണിയായ ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ സാമ്പത്തികമായ സഹായം നൽകിപ്പോന്നിട്ടുള്ള ഖാറൂൻ എന്ന് പറയുന്ന ഒരു ചീത്ത വ്യക്തിയും. ഈ 3 പേരും ഒന്നിച്ചുകൊണ്ടാണ് മൂസാ അലൈഹി ഇസ്ലാമിനെ എതിരിടുന്നത്. ഖാറൂനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് കൂടുതൽ ഐശ്വര്യങ്ങൾ നൽകി അള്ളാഹു പരീക്ഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ, കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്ന സമയത്താണ് ആളുകൾ അനുസരണത്തിൻ്റെ മേഖലകൾ പരിധി ലംഘിച്ചുകൊണ്ട് ധിക്കാരത്തിലേക്കും അതുപോലെ തന്നെ ധർമ്മ നിഷേധത്തിലേക്കും ആളുകൾ ചെന്ന് പെടാറുള്ളത്. അതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് ഖാറൂൻ. ഖാറൂനിന് വമ്പിച്ച സാമ്പത്തിക സോഴ്സുകൾ, നിക്ഷേപങ്ങൾ അള്ളാഹു നൽകിയെന്ന് പറയുന്നുണ്ട്. താക്കോൽ കൂട്ടങ്ങൾ, ഖജനാവുകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അള്ളാഹുവിനോട് അടുക്കുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഏതൊക്കെ തരത്തിലുള്ള നിഷേധ പ്രവർത്തനങ്ങളുണ്ടോ അവിടെയൊക്കെ ഖാറൂൻ സജീവമായി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഖാറൂനോട് മൂസാ അലൈഹിസ്സലാമിൻ്റെ ജനത നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട്. പൊറുതിമുട്ടിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും വർദ്ധിച്ച സമയത്ത് പൊതുസമൂഹം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ ഖുർആൻ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. പൊതുസമൂഹത്തിന് നമ്മളിൽ നിന്നും, ഓരോ ആളുകളിൽ നിന്നും അവർ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നതും ഈ കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. ഖുർആൻ ആ കാര്യം പറയുകയാണ്. വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ. നീ ആഗ്രഹിക്കണം, നീ പ്രതീക്ഷിക്കണം. എന്താണ്? ഫീമാ ആതാകല്ലാ, അള്ളാഹു നിനക്ക് നൽകിയതിലൂടെ നീ പ്രതീക്ഷിക്കണം. അള്ളാഹു എന്തൊക്കെയാണ് നൽകിയത്? ഒരുപാട് സൗകര്യങ്ങളാണ് അള്ളാഹു ഖാറൂന് നൽകിയിട്ടുള്ളത്. നമുക്കും അങ്ങനെ തന്നെയാണ്. അള്ളാഹു ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് നൽകുകയുണ്ടായി. ഒന്നാമത്തേത് നമ്മളുടെ ആരോഗ്യം തന്നെയാണ്. രോഗമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് വേണം കരുതാൻ. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ആശുപത്രികൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ നമ്മളുടെ നഗരത്തിൽ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും രോഗികൾക്കൊരു കുറവുമില്ലല്ലോ. വളരെ സങ്കീർണമായ, ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന പുതിയ പുതിയ രോഗങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉപകരണങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്നിട്ടും പകച്ചു പോകുകയാണ് മനുഷ്യൻ ഈ രോഗത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ ആരോഗ്യത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം ഒരിക്കൽ ഇങ്ങനെയാണ് സൂചിപ്പിച്ചത്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി വമുആഫൻ ഫീ ബദനിഹി വഇൻദഹു ഖൂതു റിസ്ഖിഹി. അള്ളാഹു നൽകുന്ന 3 അനുഗ്രഹങ്ങളെ നബി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിൽ ഓരോരുത്തർക്കും പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഈ 3 കാര്യങ്ങൾ. ഒന്ന്, ഒരാൾക്ക് സ്വന്തത്തിൽ മനസ്സമാധാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരാൾക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല. എന്തർത്ഥമാണ് ആ ജീവിതത്തിനുള്ളത്? മനസ്സമാധാനം ഒരാൾക്ക് ലഭിക്കുന്നു. ആമിനൻ ഫീ സിർബിഹി, മാനസികമായി അവന് സമാധാനമുള്ള അവസ്ഥയാണ്. മാത്രമല്ല വമുആഫൻ ഫീ ബദനിഹി, അവന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ട് എന്നാണ്. അങ്ങനെ തന്നെയാണ് നബിയുടെ പരാമർശം. അവന്റെ ശരീരത്തിൽ അള്ളാഹു ആഫിയത്ത് നൽകിയിട്ടുണ്ട്,
അവന് ആരോഗ്യം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻദഹു ഖൂതു യൗമിഹി, ഓരോ ദിവസവും ഉപജീവനത്തിന്റെ മാർഗവും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ 3 അനുഗ്രഹങ്ങൾ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നബിയുടെ പ്രയോഗം ഇങ്ങനെയാണ്, കഅന്നഹു ഹീസത്ത് ലഹു ദുനിയാ ബിഹവാഫിരിഹ എന്നാണ്. ഈ ദുനിയാവ് മുഴുവനും അയാൾക്ക് കിട്ടിയ ഒരു പ്രതീതിയാണ്. ഈ 3 അവസ്ഥയും ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് തോന്നേണ്ടത് എന്നാണ്. അമിതമായ മോഹങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്ക് ഏർപ്പെടുത്തുകയാണ്. ഇത് 3 ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ ഒരാൾക്ക് അനുഗ്രഹമേറിയ കാര്യങ്ങൾ വേറെ ലഭിക്കാനില്ല എന്നുള്ളതാണ്. മനസ്സമാധാനവും ശാരീരികമായ സൗഖ്യവും ആരോഗ്യവും അതുപോലെ തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ഉപജീവനത്തിന്റെ ജീവിക്കാൻ ആവശ്യമായ മാർഗങ്ങളും ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവന് ദുനിയാവ് മുഴുവൻ നേടിയതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസ്മരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ബോധ്യപ്പെടേണ്ടതാണ്. മറ്റൊരിക്കൽ നബി പറഞ്ഞത് ഖദ് അഫ്ലഹ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരാൾ വിജയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആരാണ് ആ വിജയി എന്നറിയുമോ? മൻ റുസിക കഫാഫൻ, ഒരാൾക്ക് മതിയായ ഉപജീവനം കിട്ടുന്നു, എനിക്കും എൻ്റെ കുടുംബത്തിനും അന്നന്ന് ജീവിച്ചു പോകാനുള്ള മാർഗം അല്ലാഹു തുറന്നു തരുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ ജീവിതത്തിൽ വമ്പിച്ച വിജയമാണ് നേടിയിട്ടുള്ളത്. മാത്രമല്ല വഖന്നഅഹുല്ലാഹു ബിമാ അതാ, അല്ലാഹു അവന് നൽകിയതിൽ അവൻ സംതൃപ്തി അടയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ എല്ലാവർക്കും അല്ലാഹു കഴിഞ്ഞുകൂടാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള കാര്യങ്ങൾ അല്ലാഹു നമുക്കൊക്കെ നൽകിയിട്ടുണ്ട് എന്നാണ്. പക്ഷെ എവിടെയാണ് പ്രശ്നം നമ്മളുടെ അതിമോഹങ്ങൾ നമുക്ക് തീരുകയില്ല എന്നുള്ളതാണ്. അനാവശ്യങ്ങൾ, ആർഭാടങ്ങൾ നമ്മൾ ഒഴിവാക്കി നിർത്തിയാൽ ഇവിടെ എല്ലാവർക്കും സുഭിക്ഷമായി കഴിയാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് എന്നാണ്. ഇത് ആളുകൾ ഓർക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അപ്പോൾ ഖാറൂനോട് അദ്ദേഹത്തിന്റെ അയൽപക്കത്തുള്ള ആളുകൾ, നാട്ടുകാർ, അന്നത്തെ പൊതുസമൂഹം ആവശ്യപ്പെട്ട ഒന്നാമത്തെ കാര്യം, അല്ലാഹു നിനക്ക് നൽകിയ എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടോ ആ സൗഭാഗ്യങ്ങളിലൂടെ പരലോകത്തെയാണ് നീ ആഗ്രഹിക്കേണ്ടത് എന്നാണ്. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇക്കാര്യം ഒരു ശരാശരി ബുദ്ധിയുള്ള എല്ലാ ആളുകൾക്കും ബോധ്യപ്പെടുന്നതാണ്. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ പീരീഡ് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ ഈ ഭൂമിയുടെ ആയുസ്സുമായി തട്ടിച്ചു നോക്കിയാൽ ഓരോ മനുഷ്യനും ലഭിക്കുന്ന ആയുഷ്കാലം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തന്നെ 50, 60, 70 വയസ്സ് ആയ ആളുകൾക്ക് അവരുടെ കുട്ടിക്കാലമൊക്കെ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് വളരെ പെട്ടെന്ന് മിന്നിമറിഞ്ഞു പോയതുപോലെ അനുഭവപ്പെടും. ഇതാണ് ലോക ജീവിതം എന്ന് പറയുന്നത്. വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ഞാനിവിടെ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് നമ്മളിൽ എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു ജീവിത യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മളുടെ ആരോഗ്യമാണ്. പിന്നീട് നമ്മളുടെ ഉപജീവനത്തിന്റെ മാർഗങ്ങളാണ്, നമ്മുടെ സമ്പത്താണ്, നമ്മളുടെ കുട്ടികളാണ്. അതേപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിട്ടുള്ള നമ്മളുടെ ആകാരമാണ്, നമ്മളുടെ സൗന്ദര്യമാണ്. ഇതൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളിലൂടെ അള്ളാഹുവിന്റെ തൃപ്തിയാണ് ആഗ്രഹിക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ ആവശ്യം അവർ ഖാറൂനോട് ഉന്നയിക്കുന്നത് വലാ തൻസ നസീബക മിനദ് ദുനിയ, ഈ ദുനിയാവിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ദുനിയാവിന്റെ വിഹിതം മറന്നു പോകരുത് എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചിടത്ത് എല്ലാ തഫ്സീറുകളും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 രൂപത്തിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഈ ഭൂമിയിൽ അനുവദനീയമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതാണ് നസീബ്, ഈ ദുനിയാവിലെ നസീബ് എന്ന് പറഞ്ഞാൽ. മറ്റൊരു വ്യാഖ്യാനമായി പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നമ്മളുടെ നസീബ്,
അത് നമ്മൾ മറന്നു പോകാതെ തന്നെ ചിലവഴിക്കണമെന്നുള്ള കാര്യമാണ്. നമ്മൾ ചിലവിടുന്ന ഓരോ കാര്യവും അള്ളാഹുവിൻ്റെ വേണ്ടിയായിരിക്കണം എന്നുള്ള ഓർമ്മ നമ്മളെ സദാ മുന്നോട്ട് നയിക്കേണ്ടത് എന്നാണ്. എങ്ങനെയായിരുന്നാലും കാര്യമൊന്നേ ഉള്ളൂ, ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നാം പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള ഹലാലിനെ നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം, അതിനോടാണ് അടുക്കേണ്ടത്. ഹറാമുകളെ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം, അതിൽ നിന്നും അകന്നു നിൽക്കണമെന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, നിനക്ക് അള്ളാഹു എങ്ങനെയാണോ നന്മ ചെയ്തിട്ടുള്ളത്, അള്ളാഹു ഓരോരുത്തർക്കും നന്മ നൽകിയത് നമുക്ക് ഓരോരുത്തർക്കും ഊഹിക്കാൻ സാധിക്കുമല്ലോ. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ഇഹ്സാൻ, ഈ നന്മക്ക് പ്രത്യുപകാരമായി നാം മറ്റുള്ള ആളുകളിലേക്കും നന്മ ചെയ്യണം എന്നാണ് പറയുന്നത്. ഖാറൂൻ അല്ലാഹു അളവറ്റ, നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടാൻ സാധിക്കാത്ത ധനത്തിന്റെ കൂമ്പാരം, മലകളോളം വരുന്ന ധനം അല്ലാഹു തആല നൽകിയിട്ടുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് പറ്റിപ്പോയിട്ടുള്ള അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നും നേരാവണ്ണം ഉപയോഗിക്കാനുള്ള ശ്രമമോ ശ്രദ്ധയോ ഖാറൂന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നിന്നും നാം അതിൻ്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നാലാമത്തെ ആവശ്യം വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്, ഭൂമിയിൽ ഒരിക്കലും അരാജകത്വം സൃഷ്ടിക്കരുത് എന്നാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, അതിനു വേണ്ടിയുള്ള ഒരു ശ്രമത്തിലും ഇടപെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം, സമകാലിക ചുറ്റുപാടിൽ അതിൻ്റെ പ്രയാസങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും നമ്മൾ അതിൻ്റെ ദുരന്തങ്ങളാണ് കേട്ടുകൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലൊക്കെ ആളുകൾ വളരെ വലിയ പ്രയാസത്തിലാണ്. ഒരു അതിര് നിശ്ചയിച്ച് ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഒറ്റപ്പെടുത്തി പറയേണ്ടുന്ന ഒരു വർത്തമാനമല്ല ഇത്. എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളും വിവിധ നാടുകളിലേക്ക് ചേക്കേറുമെന്നുള്ളത് ഉറപ്പാണ്. ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയമായ പ്രശ്നങ്ങളുടെ പേരിൽ, മതപരമായ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസത്തിൻ്റെ പേരിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകം നടത്തുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു കുഴപ്പം ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഖാറൂനോട് പറയുന്നതും അതന്നെയാണ്, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്, നീ ജീവിക്കുന്ന പ്രദേശത്ത്, ഭൂമിയിൽ ഒരു തരത്തിലുള്ള കുഴപ്പത്തിന് വേണ്ടിയും പരിശ്രമിക്കരുത് എന്നാണ്. നമുക്ക് ഈ ഒരു മെസ്സേജ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എത്ര അമ്മമാരാണ്, ഉമ്മമാരാണ് ഈ ഒരു അക്രമത്തിന്റെ പേരിൽ, ശാരീരികമായ ആക്രമണത്തിന്റെ പേരിൽ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര കുഞ്ഞുങ്ങളാണ് അനാഥകളായിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ വിദൂരമായ ഒരു രാജ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല നമ്മൾ പറയുന്നത്. നമ്മളുടെ തന്നെ കാലിന്റെ ചുവട്ടിൽ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അസമാധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെ നമ്മൾ സ്വയം ബോധമുള്ളവരാകുകയും മറ്റുള്ള ആളുകളെ ബോധവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തുടങ്ങേണ്ടതാണ്. എല്ലാ സംഘടനകളും, പരലോകത്തിൽ വിശ്വാസമുള്ള എല്ലാ സംഘടനകളും ഈ തരത്തിലുള്ള കൃത്യമായ അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടി, സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക തന്നെ വേണം. അത് ഈ നാടിൻ്റെ ഒരാവശ്യമായി തീർന്നിരിക്കുകയാണ്. വളരെ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പകപോക്കുന്നതിന് വേണ്ടി ആളുകളെ കൊന്നൊടുക്കുക, ചോരക്കളി നടത്തുക, കഠാരിക്കളി നടത്തുക എന്നുള്ളത് ചില ഇടങ്ങളിൽ സർവ്വസാധാരണമായ വിഷയമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന, അരാജകത്വം സൃഷ്ടിക്കുന്ന, അസമാധാനം സൃഷ്ടിക്കുന്ന, കുഴപ്പം സൃഷ്ടിക്കുന്ന ആളുകളെ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹു അവരെ കൈകാര്യം ചെയ്യാനിരിക്കുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇതാണ് പൊതുസമൂഹം നമ്മളിൽ നിന്നും എല്ലാ സമയവും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 4 കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളുടെയും കാരണത്തിന് പ്രത്യുപകാരമായി നാം പരലോകത്തെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്.
രണ്ടാമത്തേത്, ഈ ഭൗതികമായ ലോകത്ത് ദുനിയാവിൽ കഴിഞ്ഞുകൂടുമ്പോൾ നമുക്ക് അനുവദനീയമായ കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടകന്ന് നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഇഹ്സാൻ ഉണ്ടല്ലോ, നന്മയുണ്ടല്ലോ, ആ നന്മക്കനുസരിച്ച് കൊണ്ട് തന്നെ നാം നമ്മളോട് ഇടപഴകുന്ന ആളുകൾക്ക് ഈ നന്മ നമ്മൾ കൈമാറ്റം ചെയ്യണം, പ്രദാനം ചെയ്യണം എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, ഒരിക്കലും ഭൂമിയിൽ അരാജകത്വം സൃഷ്ടിക്കാതെ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ, നാം കാരണമായി ഒരു അക്രമം വരാതെ നമ്മൾ ജീവിച്ചു പോകണം എന്നുള്ളതാണ്. ഇതാണ് ഒരു സമൂഹം നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം. അത് വിശ്വാസികൾ എന്നുള്ള നിലക്ക് പ്രത്യേകിച്ചും മുഹറം മാസത്തിൽ നമ്മൾ ഓർക്കുകയും മൂസ അലൈഹിസ്സലാം പ്രബോധനം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഓർക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ചിട്ടപ്പെടുത്തുക, എല്ലാ തരത്തിലുള്ള നന്മയും സമാധാനവും നമ്മൾ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മൾ തുടരുക. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, മൂസ അലൈഹിസ്സലാമിന്റെ വ്യക്തിത്വത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ അദ്ദേഹം ഇടപെട്ട ആളുകൾ അനുസ്മരിച്ചത് ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം മദീനിലേക്ക് ഹിജറ പോയ സമയത്ത് അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചിരുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ ഒരു കാര്യം പരിചയപ്പെടുത്തുന്നത്. അവിടെ അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. മൂസ അലൈഹിസ്സലാമിനെ അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടെ, എങ്കിലും അള്ളാഹു സഹായിക്കുമെന്നുള്ള വിശ്വാസത്താലാണല്ലോ അദ്ദേഹം പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെയുള്ള സാധാരണ ജോലിയിൽ ഏർപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിത രീതി ശ്രദ്ധിച്ചപ്പോൾ ആ കുടുംബത്തിന് മനസ്സിലായ ഒരു കാര്യം ഖുർആൻ പറയുന്നത്, മൂസ അലൈഹിസ്സലാം അദ്ദേഹം ഖവിയാണ് എന്നാണ്. മൂസ അലൈഹിസ്സലാം അമീനാണ് എന്നാണ് അവർ പരിചയപ്പെടുത്തുന്നത്. എന്താണ് ഖവി എന്ന് പറഞ്ഞാൽ? അദ്ദേഹം ശക്തവാനാണ്, അദ്ദേഹത്തിന് പവറുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം വളരെ ശക്തമായ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന് ഏതൊരു വിഷയത്തിലും ഉറച്ച തീരുമാനമുണ്ട് എന്നൊക്കെ നമുക്കതിനെ പരിഭാഷപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തേത്, അദ്ദേഹത്തിൽ അമാനത്തുണ്ട് എന്നാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശ്വസ്തനാണ് എന്നാണ്. അദ്ദേഹം അമീനാണ് എന്നാണ് പറയുന്നത്. മൂസ അലൈഹിസ്സലാം ശക്തവാനും മൂസ അലൈഹിസ്സലാം വിശ്വസ്തനുമാണ് എന്നാണ് പറയുന്നത്. നമ്മളുടെ സാമ്പത്തിക ശാസ്ത്രം അതിൻ്റെ എല്ലാ പഠനശാഖകളിലും ഈ കാര്യം അടിവരയിട്ടുകൊണ്ട് പറയുന്നുണ്ട്. ഈ ഒരു ക്വാളിറ്റി ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ അവിശ്വാസം രൂപപ്പെടും, അതേപോലെ തന്നെ അവിടെ വിശ്വസ്തത നഷ്ടപ്പെടും. അതോടുകൂടെ നാം ഏർപ്പെടുന്ന ഏത് മേഖലയായിരുന്നാലും അവിടെയൊക്കെ കുഴപ്പം കൈവരുമെന്നുള്ളത് ഉറപ്പാണ്. ബിസിനസ് രംഗത്താണ് നമുക്കിത് കൂടുതലായിട്ടും ബോധ്യപ്പെടുക. നമുക്കറിയാം, നമ്മൾ ജോലിക്ക് നിർത്തിയ ആളുകൾ വിശ്വസ്തരല്ലെങ്കിൽ നമ്മളുടെ കച്ചവടത്തിൽ പുരോഗതി നമുക്ക് ദർശിക്കാൻ സാധിക്കുകയില്ല. അവർ അലസ സ്വഭാവം കാണിക്കുകയാണെങ്കിലും നമ്മളുടെ കച്ചവടത്തിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. ജീവനക്കാർ വിശ്വസ്തരും ജീവനക്കാർ വളരെ ശക്തിയോടുകൂടെ കൃത്യമായി ജോലി ചെയ്യുകയും ഉണ്ടായിത്തീരുമ്പോഴാണ് ഒരു ബിസിനസ് അതിൻ്റെ യഥാർത്ഥമായ രൂപത്തിലേക്ക് എത്തിപ്പെടുന്നത്. കൊമേഴ്സ് എക്കണോമിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തിയറി തന്നെയാണ് ഈ ശക്തിയും അതുപോലെ തന്നെ വിശ്വസ്തതയും എന്നുള്ളത്. ആധുനികമായ പഠനങ്ങളിലൊക്കെ ഈ കാര്യം കൂടുതൽ കൂടുതൽ പഠിപ്പിച്ചു വരുന്നുണ്ട്. നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും ഈ കാര്യം വളരെ ശരിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നാലും ആതുരാലയങ്ങളായിരുന്നാലും വ്യവസായശാലകളായിരുന്നാലും കൃഷിയായിരുന്നാലും
എല്ലാ രംഗത്തും ആളുകൾക്ക് ഈ രണ്ട് ക്വാളിറ്റി, ഈ രണ്ട് തരത്തിലുള്ള യോഗ്യതകൾ വേണം എന്നുള്ളത് തന്നെയാണ്. മൂസ അലൈഹിസ്സലാം അദ്ദേഹം കവിയായിരുന്നു, അദ്ദേഹം ശക്തനായിരുന്നു. മൂസ അലൈഹിസ്സലാം അമീനായിരുന്നു, വിശ്വസ്തനായിരുന്നു എന്ന് ഖുർആൻ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം വായിക്കുമ്പോൾ വളരെ അത്ഭുതകരമായ, വിസ്മയകരമായ ഒരു കാര്യവും കൂടെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാമിന്റെ പ്രബോധനത്തിൽ, അദ്ദേഹത്തിന്റെ പ്രബോധനത്തിൽ ആകൃഷ്ടയായ ഫിർഔനിന്റെ തന്നെ ഭാര്യയെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ ഒരു മോഡലായി, വിശ്വാസികൾക്കുള്ള മാതൃകയായി അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഫറോവയുടെ ഭാര്യ ആസിയ എന്നാണ് ചരിത്രത്തിൽ അവരെ വിളിച്ചു പോരുന്നത്. ഫിർഔനിന്റെ ഭാര്യ എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇംറഅത്തു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ. അവരുടെ സാഹചര്യം ഒരിക്കലും മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിക്കാൻ, അള്ളാഹുവിന്റെ ദീനിൽ പ്രവർത്തിക്കാൻ ഉള്ളതായിരുന്നില്ല എന്നുള്ളതാണ്. കൊട്ടാരത്തിലാണ്, ഫറോവയുടെ ഭാര്യയായിട്ടാണ് അവർ വളരുന്നത്, ജീവിക്കുന്നത്. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അവർക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. എന്നിട്ടും ഫറോവയുടെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫറോവയുടെ ഭാര്യ ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും ഒരു മാതൃകയായി ഖുർആൻ എടുത്തു ധരിക്കുകയാണ്. വദറബല്ലാഹു മഥലൽ ലില്ലദീന ആമനു, അള്ളാഹു ഇതാ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരുന്നു സത്യവിശ്വാസികൾക്ക്. ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യയാണ്. എന്താണ് അവരുടെ ലക്ഷ്യം? അത്രക്കും ഉന്നതമായിരുന്നു എന്നാണ്. അവരുടെ ഒരു പ്രത്യേകമായ പ്രാർത്ഥന ഖുർആൻ എടുത്തു ധരിക്കുന്നു. റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, അള്ളാഹുവേ നിന്റെ അടുക്കൽ സ്വർഗത്തിലുള്ള ഒരു വീട്, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവേ ആ വീട് നീ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരണമേ എന്നവർ പ്രാർത്ഥിക്കുകയാണ്. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഫറോവ അദ്ദേഹം എൻ്റെ ഭർത്താവായിരിക്കാം, പക്ഷേ അദ്ദേഹം എൻ്റെ ആദർശ ജീവിതത്തിന് തടസ്സമാണ്. ഫറോവയുടെ ആക്രമണങ്ങളിൽ നിന്നും അള്ളാഹുവേ എന്നെ നീ രക്ഷപ്പെടുത്തണമേ. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമകാരികളായ ഫറോവയുടെ കൂട്ടാളികളിൽ നിന്നും അള്ളാഹുവേ എനിക്ക് നീ സംരക്ഷണം നൽകണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യം അഭിമുഖീകരിക്കാനില്ല. വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് നമ്മളുടെ മുമ്പാകെ മതപ്രവർത്തനങ്ങൾക്ക്, ദീനീ പ്രവർത്തനങ്ങൾക്ക് ഉള്ളത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മളുടെ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യമായിട്ടുള്ള പരലോകത്തെ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ മുന്നേറണം. ഫറോവയുടെ ചരിത്രം അള്ളാഹു സമാപിക്കുന്നത് തന്നെ, കാറൂനിന്റെ ചരിത്രം അള്ളാഹു അവസാനിപ്പിക്കുന്നത് തന്നെ തിൽക്കദ്ദാറുൽ ആഖിറ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നജ്അലുഹാ ലില്ലദീന ആമനു, അള്ളാഹു പരലോകത്തെ നിശ്ചയിച്ചിട്ടുള്ളത് വിശ്വാസികൾക്കാണ്. ആ വിശ്വാസികൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക തന്നെ വേണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അള്ളാഹു ആ ചരിത്രം അവസാനിപ്പിക്കുന്നത്. പടച്ചതമ്പുരാൻ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചുകൊണ്ട് മൂസ അലൈഹിസ്സലാം പ്രവർത്തിച്ചതുപോലെ വളരെ വിശ്വസ്തനും വളരെ ആക്റ്റീവുമായി, അതാണല്ലോ കവി എന്ന് പറഞ്ഞാൽ, വളരെ ക്രിയാത്മകമായി പ്രവർത്തിച്ച് മുന്നേറുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന അസമാധാനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അള്ളാഹുവേ നീ ശാന്തി നൽകി, സമാധാനം നൽകി ഈ നാട്ടുകാരെ ഒത്തൊരുമയോടുകൂടെ എല്ലാ മതവിശ്വാസികളെയും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും വളരെ ഐക്യത്തോടുകൂടെ ജീവിക്കാൻ, പ്രവർത്തിക്കാൻ അള്ളാഹു എല്ലാവർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഈ ദിവസം നമ്മുടെ പള്ളിയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം എല്ലാ ആഴ്ചയും നമ്മളത് ചെയ്യുന്നതാണ്. നമ്മൾ ഈ പള്ളി കേന്ദ്രമായി കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട 13 പള്ളികളുടെ പരിപാലനത്തിന് വേണ്ടി ഈ പള്ളി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലോര പ്രദേശങ്ങളിലും മറ്റുമുള്ള വളരെ പ്രയാസപ്പെട്ട് പള്ളി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾക്കുള്ളതാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം, മാസത്തിൽ ഒരു വെള്ളിയാഴ്ച എടുക്കുന്ന പണം. അതുകൊണ്ട് വളരെ താല്പര്യത്തോടുകൂടെ പള്ളി പരിപാലനത്തിനുള്ള നിധിയിൽ നമ്മൾ നമ്മളുടെ
സംഭാവന അർപ്പിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പ്രയാസം അനുഭവപ്പെടുന്നവരുടെ എല്ലാ ദുരിതങ്ങളും അല്ലാഹുവെ നീ ലഘൂകരിച്ച് തരണമേ. അവസാനം ഈമാനോടുകൂടെ തൗബയോടുകൂടെ മരിച്ചു പിരിയാനും അല്ലാഹുവെ ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അവസാനം ഞങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയ ആളുകളോടൊത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം.